എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ താങ്കൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ഒരു സഹായം ചെയ്തില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് അസീമിന് ഒരുപാട് പറഞ്ഞതിൽ തെറ്റ് വന്നിട്ടുണ്ട്. ഞാനിതൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുമ്പോഴോ എങ്ങനെ ബലം പിടിച്ചിരുന്നാലും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. അതങ്ങനെ എൻ്റെ ഒരു മുഖഭാവം അങ്ങനെയായിപ്പോയി, എൻ്റെ ശീലങ്ങൾ അങ്ങനെയായിപ്പോയി. അതല്ലാതെ എനിക്കൊന്നും ഒന്നും അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനത്തെ ഫേസ് ഉണ്ടാക്കി അങ്ങനെയൊന്നുമില്ല. അത് ജന്മനാ ഉള്ളതാണ്. ഞാൻ അങ്ങനെ ചിരിച്ചിരിച്ച് സംസാരിക്കാറ്. അത് ചിലപ്പോൾ ചിലവർക്ക് നല്ലതായോ ചീത്തയോ തോന്നി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് പെട്ടെന്ന് ഇത് മാറ്റിയിട്ട് എനിക്ക് ഗൗരവമായിട്ടൊന്ന് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. പിന്നെ ട്രോളുകൾ അവർക്ക് ട്രോളാനുള്ള ഒരു സാഹചര്യം മാക്സിമം നമ്മൾ ഉണ്ടാക്കാതിരിക്കാമെന്ന് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇത് തൊഴിലിന്റെ ഒരു ഭാഗം നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ട്രോൾ എന്നെ എല്ലാവരും കളിയാക്കുന്നത് കൊണ്ട് ഞാൻ നാളെ അഭിനയൊക്കെ നിർത്തി ഞാൻ വേറെ എന്തെങ്കിലും പോകാമെന്ന് അങ്ങനെയും വെക്കാൻ പറ്റില്ല. കാരണം ഇത് ജീവിത തൊഴിലായി കഴിഞ്ഞ 10-38 വർഷമായിട്ട് ഈ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും അതിന്റെ ഒരു പാർട്ട് നമ്മൾ അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കാതാണ്. അതല്ലേ എൻ്റെ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, നമ്മള് ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് അയാളുടെ പെരുമാറ്റം കണ്ടിട്ടാണല്ലേ. പ്രത്യേകിച്ച് സിനിമയിലുള്ളവർ പൊതുവേദികളിലൊക്കെ വന്ന് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇടപെടുമ്പോഴോ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു എളിമയുണ്ട്. മലയാളത്തിൽ അങ്ങനെ അതിവിനയം അല്ലെങ്കിൽ വളരെ ഹംബിൾ എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു നടനാണ് നടൻ ജയറാം. പുള്ളിക്കാരന്റെ എപ്പോഴും ചിരിച്ച മുഖവും കൈകൂപ്പിയുള്ള സംസാരവും. പക്ഷെ ഈ കാണുന്ന ഒരു വിനയത്തിന്റെ ഒറിജിനാലിറ്റി എത്രത്തോളം ഉണ്ടാകും? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ചയാകുന്ന 2 ഇന്റർവ്യൂകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതിലൊന്ന് നടി ഉഷയുടേത്, മറ്റേത് സംവിധായകനായിട്ടുള്ള രാജസേനന്റെയുമാണ്. ഇവര് രണ്ടുപേരും ജയറാം എന്ന ആ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ തോന്നും നമ്മൾ ഈ കാണുന്നതാണോ യഥാർത്ഥ ജയറാം എന്ന്, അതോ ഇതിന് പിന്നിൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ആളുകളെ ഉപയോഗിക്കുന്ന മറ്റൊരു സ്വഭാവം ഉണ്ടോ എന്നുള്ള കാര്യം. എന്നാലും ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് നടി ഉഷ ഉന്നയിച്ച കാര്യങ്ങളിലേക്ക് അവര് കുറച്ച് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഉഷയുടെ അനിയനായിട്ടുള്ള ഹസീബ് അനീഫ് 2019 വന്ന ഹാപ്പി സർദാർ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജയറാമിന്റെ മകൻ കാളിദാസ് ആയിരുന്നു അതിലെ ഹീറോ എന്ന് പറയുന്നത്. ഉഷ പറയുന്നത് ജയറാമിന്റെ വലിയ നിർബന്ധവും വാക്കും കേട്ടിട്ടാണ് ഹസീബ് ഈ ഒരു സിനിമയിലേക്ക് പണം ഇറക്കുന്നത്. ഹസീബിന്റെ ഇഷ്യൂ ജയറാമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്റെ ഫോണിൽ ജയറാമിന്റെ വോയിസ് എന്തെങ്കിലും ഉണ്ട്. ജയറാം ഹസീബിന് അയച്ച വോയിസ്. അതായത് ജയറാമിന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ജയറാമിനെ വെച്ചാൽ തൊട്ട് മുമ്പ് ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും മോശമായിരുന്നു. തൊട്ട് പിറകെയാണ് ഹാപ്പി സർദാർ ചെയ്യുന്നത്. അപ്പൊ ഹാപ്പി സർദാർ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ഹസീബിനോട്, ചെയ്യരുത്, പോയ പൈസ പൊയ്ക്കോട്ടെ, ഇത് ശരിയാകത്തില്ല, ഈ പടം നിന്നെ എന്താ പറയാ, അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവന്റെ ആരോഗ്യവും പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് നേരത്തെ ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞിട്ട് കൊടുത്തത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചാബിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത്. അപ്പോഴും എന്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പൊ പുള്ളിയും പറഞ്ഞു പഞ്ചാബിൽ പോയിട്ട് വന്നിട്ട്, വേണ്ട ഹസീബ്, അത് കൈവിട്ട് പോകും, ശരിയാവത്തില്ല, വേണ്ട വിട്ടേക്ക്. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക് ജയറാമിന്റെ മോനെ വെച്ചല്ലേ ചെയ്യുന്നത്. അവരെ അത് വിശ്വസിക്കരുത്. നമുക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിൽ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹം. സിനിമ ചെയ്യുന്നതിന് മുൻപ് ജയറാം ഇവരുമായിട്ട് ഭയങ്കര സൗഹൃദത്തിലായിരുന്നു. വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, സിനിമയുടെ റിസൾട്ട് എന്തൊക്കെയായാലും ഞാൻ ഒപ്പം ഉണ്ടാകും എന്നൊരു വലിയ ഉറപ്പും ജയറാം നൽകിയിരുന്നു. പക്ഷെ സിനിമ റിലീസായി വലിയ പരാജയമായിട്ട് മാറി. കോടികളുടെ ബാധ്യതയാണ് ആ ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടായത്. എന്തായാലും കഥ അവിടെ തീരുന്നില്ല. പടം പൊട്ടിയതോടെ ജയറാം ഈ പറയുന്ന ഹസീബിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് അവഗണിച്ചു എന്നാണ് ഉഷ പറയുന്നത്. അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായി. അവന് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. അപ്പോഴൊന്നും എത്രയോ ആൾക്കാർ ഹസീബിനെ കാണാൻ വന്നു. അതിലെ പോയാൽ ഇപ്പോഴും നമ്മുടെ സെവനാസ് വിജയകുമാറിനെ പോലെയുള്ള ആൾക്കാർ, ബാദുഷ, പിന്നെ അതുപോലെ സുബൈർ, അവരുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ആലപ്പുഴ വഴി പോയാൽ ഹസീബിനെ കാണാതെ പോകത്തില്ല. അപ്പോൾ ജയറാം പക്ഷെ ഒന്ന് ഫോൺ ചെയ്യുകയല്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. കുറേ നാളിന് ശേഷമാണ് ജയറാം മകളുടെ കല്യാണമാണോ ആ സമയത്ത് ഹസീബിനെ വിളിച്ചപ്പോഴാണ് ഹസീബിന്റെ സംസാരം തിരിയുന്നില്ല. അയ്യോ എന്ത് പറ്റിയ ഹസീബ എന്നൊക്കെ ചോദിച്ചപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വോയിസ് മെസ്സേജ് ഇടാൻ തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് വോയിസ്. അത് അന്ന് അയച്ച മെസ്സേജ് ഹസീബ ഞാൻ ഇതുവരെ അറിഞ്ഞു. ഹസീബ് ഒരു ലിവർ കംപ്ലൈന്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈന്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്റ്റോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു പ്രശ്നം. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം ഈ മാസം
ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് വരാം. കടബാധ്യതകൾ കാരണം ഹസീബിന് സ്ട്രോക്കും മറ്റു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് കിടപ്പിലായി. ഇൻഡസ്ട്രിയിൽ മറ്റു പലരും ഇയാളെ വന്ന് കണ്ടപ്പോഴും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ജയറാം 6 വർഷത്തോളം ഒരു ഫോൺ കോള് പോലും ചെയ്തില്ല അത്രേ. ഒടുവിൽ 2024 സ്വന്തം മകളുടെ കല്യാണം വന്നപ്പോഴാണ് ജയറാം ഹസീബിനെ വിളിക്കുന്നത്. ഹസീബിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹസീബ് ജയറാം, അതായത് എത്ര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇത് 2000 കോവിഡിന് തൊട്ട് മുൻപാണ്, 2018 ഹാപ്പി സർദാർ. പിന്നീട് 19 മുതൽ കോവിഡായി. അതും കഴിഞ്ഞിട്ടാണ് മകളുടെ കല്യാണം ഇപ്പൊ 2 വർഷം ആയിട്ടുള്ളൂ, 1-2 വർഷമായിട്ടുള്ളൂ. ആ സമയത്ത് അതുവരെ ജയറാം ഹസീബിനെ നിരന്തരം വിളിക്കുകയും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആള്, എറണാകുളത്ത് വന്നാൽ ഹസീബ് അവർ തമ്മിൽ മീറ്റിംഗ്, ചെന്നൈ പോയാൽ മീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആള്, ഹസീബിനെ പോലെ ഒരു പ്രൊഡ്യൂസർ, ഹസീബ് ഇത്ര അടുപ്പമുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു അസുഖം വന്ന് കിടപ്പായത് എന്തോ ലിവറിന് പ്രശ്നം ഉണ്ടായി എന്നുള്ളതല്ലാതെ സ്ട്രോക്ക് വന്നോ ഇങ്ങനത്തെ ഒന്നും അറിഞ്ഞില്ല. അറിയാതെ വരുമ്പോ അന്വേഷിക്കുക ഹസീബിന്റെ അയാൾ പറഞ്ഞതല്ലേ എന്തെങ്കിലും തട്ടുകേട് വന്നാൽ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്. അത് പിന്നെ സത്യമാണെന്നുള്ളതിന്റെ വോയിസ് മെസ്സേജ് ഹസീബിന്റെ അയച്ചിട്ടുണ്ട് പുള്ളി. ഞാൻ എന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ്, ഞാൻ എന്റെ മോനോട് എപ്പോഴും പറയും, എന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഹസീബ് ഈ പ്രശ്നത്തിലേക്ക് ഈ പടം എടുത്തത് എന്ന് ഞാൻ എപ്പോഴും മോൻ്റെ അടുത്ത് പറയും. അതിന് വേണ്ട പരി നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച അതിൽ വരുന്നുണ്ട്, വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ താങ്കൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു വരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ല വിചാരിക്കാം, ചിലപ്പോൾ ഇതിനായിരിക്കും വേറെ ഉണ്ടാവുക, എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ട ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. ഒരു സഹായം ചെയ്തില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് ഹസീബിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ആൾക്കാർ അത് വിശ്വസിക്കുന്നില്ല, പല ആൾക്കാരും പല രീതിയിലാണ് എടുക്കുന്നത്. എങ്ങനെയാ ജയറാമേട്ടനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ജയറാമിന്റെ വാക്ക് കേട്ടിട്ടാണ് ഹസീബ്. ശരിക്കും ഇവിടെയാണ് ഉഷ ഒരു ചോദ്യം ചോദിച്ചത്. അതായത് സ്വന്തം മകന് ഒരു സിനിമ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസറെ സുഖിപ്പിച്ചു കൂടെ നിർത്തി കാര്യം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാതെ പോയത് എന്ത് തരം നിലപാടാണ് എന്നുള്ളത്. ഇതിനുള്ള ഓഡിയോ തെളിവുകൾ ഉഷയുടെ കയ്യിലുണ്ടെന്ന് ഉഷ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് സംവിധായകൻ രാജസേനന്റെ ഇന്റർവ്യൂ. ജയറാമിനെ നമ്മൾ കാണുന്ന സൂപ്പർ താരമാക്കിയതിലെ രാജസേനൻ എന്ന സംവിധായകന്റെ പങ്ക് ചെറുതൊന്നുമല്ല. അവരൊന്നിച്ച് 16 സിനിമകൾ ചെയ്തു. ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റുകൾ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു കൂട്ടുകെട്ട് പിരിയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ജയറാം താരം എന്ന നിലയിലേക്ക് വളർന്നപ്പോഴാണ്. സിനിമയുടെ കാസ്റ്റിംഗിലും മറ്റ് അനാവശ്യമായിട്ട് ഇടപെടാൻ തുടങ്ങി എന്നാണ് രാജസേനൻ പറയുന്നത്. രാജസേനൻ ജയറാം ഐക്കോണിക് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. അത് എന്തുകൊണ്ട് പിരിഞ്ഞു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അത് ഉത്തരം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഉത്തരങ്ങളിൽ ഏകദേശം ഒരു 10 ഉത്തരങ്ങൾ ഇങ്ങനെ സാർ പറഞ്ഞിട്ടുണ്ട്. ആ 10 ഉത്തരങ്ങളുടെ സംഗ്രഹമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രണ്ടുപേരും 2 രീതിയിൽ വളർന്നുപോയി. ഒരാൾ താരം എന്ന രീതിയിൽ വളർന്നപ്പോൾ അയാൾ കഥയിലും കഥാഗതിയിലും ഇന്റർഫിയർ ചെയ്തു. അത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളാനായില്ല. അത് തന്നെയാണോ പ്രശ്നം? ഇന്റർഫിയർ ചെയ്തില്ല, ചെയ്യാൻ തുടങ്ങുകയാണ്, ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല. കഥയിൽ ഇടപെട്ടത് കൊണ്ട് എന്തിനൊരു സുഹൃത്തിനെ വേണ്ടത്? കഥയിൽ ഇടപെട്ടിട്ടില്ല, പുള്ളിക്ക് കഥയിൽ ഇടപെടാൻ അറിയത്തില്ല. അപ്പോൾ ദിലീപ് കഥയിൽ ഇടപെടും, പല കാര്യത്തിൽ ഇടപെടും, ദിലീപിനെ അറിയാം. ജയറാം സത്യം ഞാൻ തുറന്നു പറയാം, എൻ്റെ ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയ്ക്ക് ഒരു 4-5 സെന്റൻസ് ചിലപ്പോൾ ഫോണിൽ കൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജയറാം ആ സ്ക്രിപ്റ്റ് കാണുന്നത് ലൊക്കേഷനിലാണ്. അങ്ങനെയായിരുന്നു. ഇത് മധുചന്ദ്ര ഏരിയം കഴിഞ്ഞ് കനകസിംഹാസനം കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞത് ആരംഭിച്ചു. അദ്ദേഹം കാസ്റ്റിംഗ് അത് ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ അല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല ഇനി അങ്ങനെയൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എങ്കിൽ പിന്നെ ഞാനില്ല, നമുക്ക് പിന്നെ കാണാം, പിന്നെ എപ്പോഴെങ്കിലും കാണാം, നമ്മൾ ഇനി ഒരുമിച്ചുണ്ടല്ലോ. അത് വഴക്കായിട്ടല്ല, ഇതുപോലെ സ്നേഹത്തിൽ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനെ പിന്നെ കൂടെ നിന്നവർ പലരും ഒന്ന് തെറ്റിയെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അറിയാലോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ശകല അകന്നു കണ്ടാൽ പിന്നെ അതിനെ വലിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ ആളുണ്ടാവും. അങ്ങനെ കുറച്ച് പേര് വലിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് പുള്ളി അറിഞ്ഞില്ല, ഞാൻ അറിയാം, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഒരു മിസ്സിങ്ങോ തീർച്ചയായിട്ടും സങ്കടമോ ഒന്നും ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ, ജയന്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ അപ്പൊ അവിടെ പ്രധാനമന്ത്രി വരുന്നുണ്ട്, വലിയ താരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അറിയാതെ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ രാജസേനൻ ഉണ്ടായി. എന്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ആളിനെ ഞാൻ പിന്നെ വിളിക്കുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അല്ലെങ്കിൽ കിടക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ 2 സെന്റൻസേ പറഞ്ഞോളൂ. എൻ്റെ മകളുടെ കല്യാണമാണ് ആദ്യം നടന്നത്, അതിന് വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിമുഖം ചെയ്ത ആളാണ്, സാമാന്യ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം വിളിച്ചില്ല, കാരണം വിളിച്ചാലും ചെല്ലത്തില്ല എന്ന് വിചാരിച്ചിട്ടാവാം വിളിച്ചില്ല, രണ്ടിനും വിളിച്ചിട്ടില്ല. ഇനി അദ്ദേഹമോ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ, അല്ലെങ്കിൽ രാജസേനന്റെ സൈഡിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വിട്ടാണല്ലോ ഈ കമ്പനി എടുത്താൽ, ആ സുവർണ്ണ കൂട്ടുകെട്ട് ഒരുമിക്കോ? എനിക്കറിയില്ല, എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്റെ ഭാഗത്ത് ഒരു സൗഹൃദത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സൗഹൃദം അതുപോലും കിട്ടാറില്ല. പല വേദിയിൽ ഒരുമിച്ചൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതില്ല. അപ്പം ഞാൻ ഇനിഷ്യേറ്റീവായിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങത്തില്ല.
അദ്ദേഹം തന്നെയാണ് പല സിനിമയും നേരത്തെ ഇനിഷ്യേറ്റീവായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ 16 സിനിമ അതെ, അതെ, അതെ. 16 സിനിമ കഴിഞ്ഞ കാലങ്ങളിൽ പ്രൊഡ്യൂസ് ഒപ്പിക്കാനൊക്കെ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഇറങ്ങിയാൽ ചിലപ്പോൾ നടന്നു വരാം. അദ്ദേഹത്തെ ഒരിക്കലും വേണ്ടാന്ന് ഞാൻ പറയത്തില്ല, പറയാൻ എൻ്റെ നാവ് അനുവദിക്കത്തില്ല. പക്ഷെ അതുമാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള ഈഗോകൾ കാരണം തങ്ങളുടെ മകളുടെ കല്യാണങ്ങൾക്ക് പരസ്പരം വിളിക്കാത്ത അവസ്ഥ വരെ ഇവർക്ക് തമ്മിലുണ്ടായി. പിന്നീട് പല വേദികളിലും വെച്ച് ഒരു സൗഹൃദ സംഭാഷണത്തെ താൻ ശ്രമിച്ചെങ്കിലും ജയറാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാണ് രാജസേനൻ പറയുന്നത്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സിനിമ എന്ന ബിസിനസ്സിൽ ഒരു സിനിമ പരാജയപ്പെട്ടാൽ അതിന്റെ പണം നടൻ തിരിച്ചു കൊടുക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇവിടെ വിഷയം പണമല്ല, മറിച്ച് മനുഷ്യത്വം അല്ലെങ്കിൽ വിശ്വാസ്യതയാണ്. നമ്മളെ വിശ്വസിച്ച് ഒരാൾ വലിയൊരു റിസ്ക് എടുക്കുമ്പോൾ അയാൾ തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഒരു ഫോൺ കോളിലൂടെ എങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാതിരിക്കുന്നത് അത് ശരിയാണോ? എന്നാലും ജയറാം അദ്ദേഹത്തിന്റെ ഒരു പഴയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ കാണിക്കുന്ന വിനയം ഒന്നും താൻ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയതല്ല, അത് ജന്മനാ ഉള്ളതാണ് എന്നുള്ളത്. എന്നാൽ സിനിമയ്ക്കുള്ളിലെ ആളുകൾ തന്നെ ഇപ്പോൾ അത് പറയുന്നത് ഈ വിനയം വെറും ഒരു മാസ്ക് മാത്രമാണ് എന്നുള്ളത്. സ്വന്തം ആവശ്യം നേടാൻ വേണ്ടി ആരെയും സുഖിപ്പിക്കും, അത് കഴിഞ്ഞാൽ ഒഴിവാക്കും. എന്നാലും സിനിമയിലെ ഇത്തരം അതിവിനയങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ കാണുന്നത്? ഉഷിയും രാജസേനും ഒക്കെ പറഞ്ഞ ഈ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.